أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد بسم الله الرحمن الرحيم يوم لا ينفع مال ولا بنون إلا من أتى الله بقلب سليم صدق الله العلي العظيم قال رسول الله صلى الله عليه وسلم إن الله لا ينظر إلى أجسامكم ولا إلى صوركم ولكن ينظر الله إلى قلوبكم. ആദരണീയരായ ഉസ്താദുമാരെ, ബഹുമാന്യരായ പണ്ഡിത മഹത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വിശ്വാസിയുടെ ഹൃദയത്തിലേക്ക് പ്രവാചക സ്നേഹത്തിൻ്റെ ആർദ്രമാരുതൻ വിരുന്നെത്തുന്ന ആദ്യ വസന്തം, ആ വസന്തകാലത്തിൻ്റെ ആദ്യ നാൾ മുതൽ വസന്തകാലം അവസാനിക്കുന്നത് വരെ മാഹിരീസ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന റബിയ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് ഈ വിനീതനെ നിങ്ങൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു സദുദ്യമത്തിന് മുതിർന്ന അസോസിയേഷൻ്റെ ഭാരവാഹികളെ അഭിനന്ദിക്കുന്നതോടൊപ്പം നാഥൻ ഇതൊരു സൽക്കർമ്മമായി നമ്മിൽ നിന്ന് ഇരുവീട്ടിലും സ്വീകരിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ബഹുമാനികളെ, വർത്തമാനകാല സാഹചര്യത്തിൽ വിശ്വാസികൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഏറ്റവും സങ്കടകരമായ അവസ്ഥയാണ് നമ്മുടെ ആരാധനാകർമ്മങ്ങളെല്ലാം കേവലം ചടങ്ങുകളായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നത്. ആരൊക്കെയോ കാണാൻ വേണ്ടിയോ ആരൊക്കെയോ കാണിക്കാൻ വേണ്ടിയോ ആരോടൊക്കെയോ ജയിക്കാനുള്ള മത്സരബുദ്ധിയോടുകൂടെയോയായി നമ്മുടെ ആരാധനാകർമ്മങ്ങളൊക്കെ കേവലം പ്രകടനങ്ങൾ മാത്രമായി പോകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് നാം ജീവിക്കുന്നത്. ആത്മാവ് നഷ്ടപ്പെടാതിരിക്കുമ്പോഴാണ് ആരാധനാകർമ്മങ്ങളെല്ലാം സൗന്ദര്യമുള്ളതായി മാറുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമാകുന്ന ഖുർആൻ ഷരീഫിലൂടെ വിവിധ ഇടങ്ങളിലൂടെയായി നമ്മെ പഠിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ ഭൗതികമായ നേട്ടങ്ങൾക്കുള്ള ഒരു മാധ്യമമായി ആരാധനകളും അള്ളാഹുവിനെയും കാണുന്ന ഒരവസ്ഥാവിശേഷം സത്യവിശ്വാസിയിൽ നിന്ന് ഉണ്ടായിക്കൂടാ. സത്യത്തിൽ നമ്മെ സൃഷ്ടിച്ചത് കൊണ്ടുള്ള ഉദ്ദേശം തന്നെ അള്ളാഹു വ്യക്തമാക്കുന്നത് ആരാധനയ്ക്ക് വേണ്ടിയാണ് എന്നതാണ്, അഥവാ അള്ളാഹുവിനെ അറിയുക എന്നതാണ് ഇവിടെ ആരാധന കൊണ്ട് ലക്ഷ്യമാക്കുന്നത് എന്ന് മുഫസ്സിറുകൾ വ്യക്തമാക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, ജിന്നുവർഗത്തെയും മനുഷ്യവർഗത്തെയും അള്ളാഹു സൃഷ്ടിച്ചത് അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞാൽ ലില്ലാ ലിയഅ്ബുദൂൻ എന്നതിന് മഹാനാകുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കൊടുക്കുന്ന വിശദീകരണം ഇല്ലാ ലിയഅരിഫൂൻ, അവർ അള്ളാഹുവിനെ അറിയാൻ വേണ്ടിയല്ലാതെ അള്ളാഹു അവരെ സൃഷ്ടിച്ചിട്ടില്ല എന്നതാണ്. മറ്റൊരായത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് നോക്കൂ, വമാ ഉമിറൂ ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. ഇഖ്ലാസോടുകൂടെ ആത്മാർത്ഥതയോടുകൂടെ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ നാം അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. ഈ വിധം ആത്മാർത്ഥതയുള്ളതും അള്ളാഹുവിനെ അറിയുന്നതുമായ ഇബാദത്തുകളായി നമ്മുടെയൊക്കെ ആരാധനാകർമ്മങ്ങളെ പരിവർത്തനപ്പെടുത്തേണ്ടതുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാം മത പ്രബോധന പ്രവർത്തനത്തിൻ്റെ ആദ്യ നാളുകൾ ഉപയോഗപ്പെടുത്തിയതും ഇങ്ങനെ ഒരു പരിവർത്തനം മഹാരഥന്മാരാകുന്ന സ്വഹാബത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയായിരുന്നല്ലോ. തൽഫലമായി അവരുടെയൊക്കെ ഹൃദയങ്ങളിൽ അള്ളാഹുവിനോടുള്ള ഇഷ്ടം കുടികൊണ്ടു. അങ്ങനെ അള്ളാഹുവിനോടുള്ള ഇഷ്ടം ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ കുടികൊണ്ടാലുള്ള നേട്ടം എന്താണ്? പിന്നെ ആ മനുഷ്യന് അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ലംഘിക്കാൻ സാധ്യമാവുകയില്ല. അങ്ങനെ ഒരു പരിവർത്തനത്തിൻ്റെ വലിയ ഉദാഹരണമായിരുന്നല്ലോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തുണ്ടായ മദ്യനിരോധനം. നിരോധാജ്ഞ വന്ന ഉടൻ ത്വൽഹ റളിയല്ലാഹു അൻഹു അടക്കമുള്ള പ്രമുഖരാകുന്ന മദ്യവിൽപ്പനക്കാരെല്ലാം അവരുടെ വീപ്പകൾ ഒഴുക്കിക്കളഞ്ഞു എന്ന് ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ആരാധനാകർമ്മങ്ങളിലൂടെ അള്ളാഹുവിനോടുള്ള മഹബ്ബത്തും ഇഷ്കും ആത്മാർത്ഥതയും നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധ്യമായാൽ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിക്കുക എന്നത് ആ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആനന്ദകരമായി മാറും.
ദുശ്ശീലങ്ങളുള്ള ഒരു ചെറുപ്പക്കാരൻ വിവാഹം കഴിച്ചാൽ അവൻ നന്നാകുമെന്ന് സാധാരണഗതിയിൽ നമ്മൾ പറയാറുണ്ടല്ലോ. ഭാര്യയോടുള്ള ഇഷ്ടം ദുശ്ശീലങ്ങളിൽ നിന്നും മോശമായ പ്രവർത്തനങ്ങളിൽ നിന്നും ഒരു മനുഷ്യനെ തടഞ്ഞു നിർത്തുമെങ്കിൽ, അള്ളാഹുവിനോടുള്ള ആത്മാർത്ഥമായ ഇഷ്ടം നമ്മുടെ ഹൃദയത്തിൽ കുടികൊണ്ടാൽ പിന്നീട് ഒരിക്കലും ഭൗതികമായൊരു ചിന്തയിലേക്ക് വഴുതിപ്പോകാൻ ആ വിശ്വാസിക്ക് സാധ്യമാവുകയില്ല. എല്ലാ ആരാധനകളുടെയും നിയ്യത്തിൽ നമ്മൾ കരുതാറുള്ളതും അല്ലാഹു തആലാക്ക് വേണ്ടി എന്നാണല്ലോ. എന്നാൽ നമ്മൾ ആരാധന ചെയ്തതുകൊണ്ട് അള്ളാഹുവിനൊരു നേട്ടവും നേടാനില്ല. ആരാധനാകർമ്മങ്ങൾ ഒഴിവാക്കി എന്നതുകൊണ്ട് അള്ളാഹുവിനൊരു കോട്ടവും സംഭവിക്കാനുമില്ല. പിന്നെ ഇവിടെ അല്ലാഹു തആലാക്ക് വേണ്ടി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതാണ് മഹാരഥന്മാർ പഠിപ്പിക്കുന്നത്. അള്ളാഹുവിനെ നാം അറിയാൻ വേണ്ടി, അള്ളാഹു നമ്മുടെ ഹൃദയത്തിൽ കുടികൊള്ളാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹുവിനോടുള്ള ഇഷ്കും സ്നേഹവും ഒക്കെ വർദ്ധിക്കാൻ വേണ്ടിയാണ് ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുന്നത് എന്നതാണ്. ഈ വിധത്തിലേക്ക് നമ്മുടെ ആരാധനാ കർമ്മങ്ങളെ ചിട്ടപ്പെടുത്തുകയും സമൂഹത്തെ പരിവർത്തനപ്പെടുത്താൻ നമുക്ക് സാധ്യമാവുകയും ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് ശ്രദ്ധയും സൂക്ഷ്മതയുമുള്ളവരാണ് നമ്മളെല്ലാവരും. പ്രഷറും ഷുഗറും കൊളസ്ട്രോളും ഒക്കെ നിരന്തരമായി ചെക്ക് ചെയ്യുകയും അവയൊക്കെ നോർമലാക്കി നിർത്താൻ നമ്മളെപ്പോഴും ശ്രദ്ധിക്കുകയും ചെയ്യാറുണ്ട്. ഇതുപോലെ നമ്മുടെ ഈമാനും ഇഖ്ലാസും പരിശോധനയ്ക്ക് വിധേയമാക്കുകയും അവ പരിപോഷിപ്പിക്കാൻ ആവശ്യമാകുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ ദൈനംദിനം ചെയ്യുകയും ചെയ്യണം. മഹാനാകുന്ന ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഓരോ രാവുകളിലും തൻ്റെ ശരീരത്തെ സ്വന്തം വിചാരണയ്ക്ക് വിധേയമാക്കുകയും പിഴവുകളെ തിരുത്താൻ ശ്രമിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു എന്നത് ചരിത്രപരമായി വസ്തുതാപരമായ സത്യങ്ങളായി നമുക്ക് മുന്നിലില്ലേ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ കാണാം, മഹാനാകുന്ന ഹുദൈഫ റളിയല്ലാഹു അൻഹു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രഹസ്യ സൂക്ഷിപ്പുകാരൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലുള്ള മുനാഫിഖീങ്ങളുടെ പേര് വിവരങ്ങൾ പറഞ്ഞു കൊടുത്തു. ഈ വിവരം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അറിയുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നിരന്തരമായി ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, എൻ്റെ പേര് ആ ലിസ്റ്റിലുണ്ടോ? നിനക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുനാഫിഖീങ്ങളുടെ പേര് പറഞ്ഞു തന്നതിൽ എൻ്റെ പേരെങ്ങാനും ഉൾപ്പെട്ടിട്ടുണ്ടോ? മഹാനാകുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ നിരന്തരമായ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഹുദൈഫ റളിയല്ലാഹു അൻഹു ഒരു ദിവസം പറഞ്ഞു, ഇല്ല, അങ്ങയുടെ പേരില്ല. ആരൊക്കെയുടെ പേരാണുള്ളത് എന്നത് വിശദമാക്കി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് രഹസ്യമായി പറഞ്ഞതാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ പേര് അതിലില്ലെന്നറിഞ്ഞപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് സന്തോഷമായി. ഈ വിധം സ്വന്തം ഈമാനിൻ്റെയും ഇഖ്ലാസിൻ്റെയും കാര്യത്തിൽ നിതാന്ത ജാഗ്രതയുള്ളവരായിരുന്നു മഹാരഥന്മാരാകുന്ന മുൻഗാമികൾ. ആരാധനാകർമ്മങ്ങൾ നമുക്ക് ഭാരമുള്ളതായി തോന്നുന്നത് നമ്മുടെ ശരീരത്തെ മാത്രം ആ കാര്യങ്ങൾ ഏൽപ്പിക്കുമ്പോഴാണ്. ഭാരമുള്ള ഒരു വസ്തു പിടിച്ചു നീക്കണമെങ്കിൽ കൂടുതൽ ആളുകൾ ഒന്നിച്ചു പിടിക്കുന്നത് പോലെ നമ്മുടെ ആത്മാവിനെയും നമ്മുടെ റൂഹിനെയും നമ്മുടെ ശരീരത്തിനുമൊക്കെ നൽകേണ്ട വിഹിതം ഓരോ ആരാധനാകർമ്മങ്ങളിലും നമ്മൾ നൽകിയാൽ തീർത്തും ഭാരരഹിതമായി ആ കർമ്മങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ നമുക്ക് സാധ്യമാകും. അല്ലാഹു തആലാക്ക് വേണ്ടി എന്ന് നിയ്യത്ത് വെച്ച് തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് തുടങ്ങി വജ്ജഹ്തു എന്ന പ്രതിജ്ഞയോടുകൂടെ ആരംഭിക്കുന്ന നിസ്കാരത്തിൻ്റെ തന്നെ അവസ്ഥ എന്താണ്? 4 റക്അത്തുള്ള ഒരു നിസ്കാരം പൂർത്തിയാകുന്നതിനിടയിൽ എത്ര സമയം നമുക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത നമ്മുടെ ഹൃദയത്തിൽ പിടിച്ചു നിർത്താൻ സാധ്യമാകുന്നുണ്ട്? 2 സുജൂദുകൾക്കിടയിലുള്ള പ്രാർത്ഥനയിൽ 7 കാര്യങ്ങൾ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ട്. 4 റക്അത്തുള്ള ഒരു നിസ്കാരത്തിൽ 28 തവണയാണ് ഈ കാര്യങ്ങൾ അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുന്നത്. 28 തവണ അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ ഒരു തവണ പോലും മനസ്സറിഞ്ഞ് റബ്ബിനോട് ചോദിക്കാൻ നമുക്ക് സാധ്യമാകുന്നുണ്ടോ എന്നത് നമ്മൾ പഠനത്തിന് വിധേയമാക്കേണ്ടതുണ്ട്. അല്ലാഹു തആലാക്ക് വേണ്ടി ആത്മാർത്ഥതയോടുകൂടെ ചെയ്യേണ്ട ആരാധനാകർമ്മങ്ങളൊക്കെ ആ ലക്ഷ്യത്തിൽ നിന്ന് തെറ്റിപ്പോകുന്നു എന്നത് പരിഹാസമല്ലേ പ്രിയപ്പെട്ടവരെ? ഒരു പ്രസന്റേഷൻ കൊടുക്കാൻ വേണ്ടി ഒരാളെ വേദിയിലേക്ക് വിളിച്ചു വരുത്തി ഒരു കാലി കവർ കൊടുത്താൽ
ആളുകൾക്ക് മുന്നിൽ ഒരു പക്ഷേ കൊടുത്തു എന്ന പേരും പരിമയുമൊക്കെ നേടാൻ നമുക്ക് സാധ്യമായേക്കും. പക്ഷേ ആ വാങ്ങിയ ആളെ സംബന്ധിച്ചിടത്തോളം അത് ആ വ്യക്തിയെ പരിഹസിക്കുന്നതിന് തുല്യമായതുപോലെ തന്നെയാണ് ആത്മാർത്ഥതയുള്ള ഇല്ലാത്ത ഇബാദത്തുകൾ. അത് പരിഹാസമാണ്. അതുകൊണ്ടാണ് മഹാരഥന്മാരും അങ്ങനെ റിയാ വന്നു ചേരുന്ന, ലോകമാന്യം വന്നു ചേരുന്ന ആരാധനകളെക്കുറിച്ച് ഷിർക്കുൽ അസ്ഗർ എന്ന് വിശേഷിപ്പിക്കാൻ കാരണം. കളിക്കൂട്ടുകാരുമായി ഒന്നിച്ചു കളിക്കുന്ന ചെറിയ കുട്ടികൾ ആദ്യകാലങ്ങളിലൊക്കെ മണ്ണ് കൊണ്ട് പുട്ടുണ്ടാക്കി കളിക്കാറുണ്ട്. യഥാർത്ഥ പുട്ടിൻ്റെ ഒരു സവിശേഷതയും ആ മണ്ണ് കൊണ്ടുണ്ടാക്കിയ പുട്ടിനുണ്ടാവില്ലെങ്കിലും അവരതിനെ പേരിട്ട് വിളിക്കാറ് പുട്ട് എന്ന് തന്നെയാണ്. ഈ വിധത്തിൽ ആത്മാർത്ഥതയും ഇഖ്ലാസുമില്ലാത്ത ആരാധനാകർമ്മങ്ങളൊക്കെ പേരിൽ മാത്രം ആരാധനാകർമ്മങ്ങളായി നിലനിൽക്കുന്ന ഒരവസ്ഥാവിശേഷം പ്രിയപ്പെട്ടവരെ നമ്മിലുണ്ടായിക്കൂടാ. പവറും പ്രതാപവും സമ്പത്തും സന്താനങ്ങളുമെന്നും ഉപകാരപ്പെടാത്ത വിചാരണയുടെ നാളിൽ വിജയികളാകുന്നവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയത് ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം എന്നാണല്ലോ. ഈ കൽബിൻ സലീം എന്നതിന് മഹാരഥന്മാരാകുന്ന മുഫസ്സിറുകൾ നൽകുന്ന വിശദീകരണം എന്താണ്? ഷിർക്കിൽ നിന്നും ഷക്കിൽ നിന്നും അതുപോലെ തന്നെ റിയായിൽ നിന്നുമൊക്കെ സംശുദ്ധമാകുന്ന ഹൃദയത്തോടുകൂടി അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നവർക്ക് മാത്രമാണ് വിജയം സാധ്യമാകുന്നത് എന്നാണ്. ഈ വിധത്തിൽ ആത്മാർത്ഥതയും ഇഖ്ലാസുമുള്ള ഇബാദത്തുകളാക്കി നമ്മുടെ ഇബാദത്തുകളെ പരിവർത്തനപ്പെടുത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്നെ ശ്രവിച്ച സുമനസ്സുകൾക്ക് നന്ദി, വാക്കുകൾക്ക് വിട. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.